കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ കൂലിയിലെ സൈമൺ ട്രെൻഡിങ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ പഴയ രച്ചകൻ പടത്തിലെ പാട്ട് ഇപ്പൊ എല്ലാവരും കേട്ട് കാണും. എന്നാൽ ഓൾമോസ്റ്റ് എന്റെ ഏജിലുള്ള ആളുകൾ ഒരുപക്ഷെ ആ പാട്ട് ആദ്യമായി കേട്ടിട്ടുണ്ടാവുക പഴയ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിൽ നമ്മുടെ ജോബ് കുര്യൻ ആ പാട്ട് പാടിയപ്പോഴായിരിക്കും. എനിവേസ് ഈ നാഗാർജുനയുടെ ബാക്കി ഏതൊക്കെ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ 2 പടങ്ങൾ നിങ്ങൾ തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. എവിടെ കണ്ടിട്ടുണ്ടാവും? നമ്മുടെ പഴയ യെല്ലോ കളർ ലോഗോ ഉള്ള സെറ്റ് മാക്സ് ചാനൽ വൈകുന്നേരം 8 മണി നമ്മൾ പണ്ട് ചാനൽ മാറ്റി ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ ഒരു വെള്ള കോട്ടും വെള്ള പാന്റും ഒക്കെ എടുത്ത് ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീൻ ഓർക്കുന്നില്ലേ? സിനിമയുടെ പേര് ഡോൺ. എന്താ പറയാ, മസാല സിനിമ എന്നൊക്കെ വെച്ചാൽ അതാണ്. അതിശക്തനും വളരെ നല്ലവനുമായ നായകൻ, നാടിനെ നശിപ്പിക്കാൻ വരുന്ന വില്ലൻ, നായകൻ സഹോദരനെ പോലെ കാണുന്ന സഹനടൻ. വില്ലന്മാർ എത്രയൊക്കെ ട്രാപ്പ് ചെയ്താലും ഈ നായകനെ കൊടുക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഓൾമൈറ്റി ലെവലിൽ നിൽക്കുന്ന നായകൻ ക്ലൈമാക്സിന് തൊട്ട് മുൻപ് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കണമല്ലോ. അതിനുവേണ്ടി വില്ലന്മാർ ചെയ്യുന്ന കാര്യം തികച്ചും അപ്രതീക്ഷിതവും യുണീക്കുമായിരുന്നു. ഈ പടം ആദ്യമായി കാണുമ്പോൾ ആ ചതി കണ്ടപ്പോൾ നന്നായി വിഷമിച്ചിരുന്നു. ഇതേപോലെ ആ ചാനലിൽ ഹിന്ദി ഡബ്ഡ് കണ്ടിരുന്ന മറ്റൊരു സിനിമയായിരുന്നു മാസ്. ജ്യോതിക നായികയായും സുനിൽ സഹനടനായും വന്നൊരു പടം. ഇതിലെ നായകന്റെ കൂട്ടുകാരൻ മരിക്കുന്ന ആ ഒരു രംഗവും വില്ലന് സിഗരറ്റ് കത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള നായകന്റെ വിവാഹവേദിയിലേക്കുള്ള ആ ഒരു എൻട്രിയും പിന്നെ ക്യാമിയോ റോളിൽ അഡ്വക്കേറ്റായി വന്ന പ്രകാശ് രാജിന്റെ ആ ഒരു എൻട്രിയും ബിൽഡപ്പും ഇതൊക്കെ ഇന്നും ഓർത്തിരിക്കുന്ന സംഗതികളാണ്. ഇത് രണ്ടുമല്ലാതെ നിങ്ങൾ കണ്ട വേറെ നാഗാർജുന സിനിമകൾ ഉണ്ടെങ്കിൽ അതിന്റെ പേര് കമന്റ് ചെയ്യുക.